എല്ലാവർക്കും കാത്തൂസ് പ്രേമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നാളെയാണ് അമ്മുവിന്റെ കല്യാണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇന്ന് ഗുരുവായൂർ പോവാണ്. ഗുരുവായൂർ പോകാൻ വേണ്ടി എല്ലാം പൂട്ടിക്കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നിങ്ങളെയും ഞങ്ങൾ അമ്മുവിന്റെ കല്യാണത്തിന് സ്വാഗതം ചെയ്യും. ഇതുപോലെ 40-45 കൊണ്ട് സീറ്റൊന്നും പിടിക്കത്തില്ല. 300 മുകളിലൊക്കെ പിടിക്കും. ഇല്ലേ അറിയത്തില്ല. Come on boys. Chocho anana, ama chuchu anana, ama chuchu anana, ama chua anana, ama chunchi anana, ama chuchi anana, ama chuchu anana, ama chuchu anana, ama chuchu anana, ama chuchu anana, ama chu anana. പിള്ളേർക്ക് ഇതൊന്നും കാണണ്ട കേട്ടോ. ഇതൊന്നും വേണ്ട. ചുരിയാലാലി ചൂരിയാലാലി ചുഞ്ചുയാലാലി അയ്യാ. ആ അമ്മച്ചി വേണമെങ്കിൽ കേട്ടോ. അയ്യടാ അമ്മച്ചി വേണമെങ്കിൽ അമ്മച്ചി വേണമെങ്കിൽ കേട്ടോ. പോ അങ്ങോട്ടെന്ന് വിളിച്ചേടാ. എന്നോട് പറഞ്ഞു കേട്ടോ. പോ അങ്ങോട്ടെന്ന്. അയ്യാ എന്തുള്ള ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ്. അയ്യോ ഇന്നലെ ഗേജിറ്റിയുടെ അടാറ് സംഭവമല്ലേ ചേട്ടാ. അയ്യോ ഞാനും ശംഭു മാത്രമേ കണ്ടുള്ളൂ. കഴിഞ്ഞോ? വായി കിടക്കുന്ന ഇറക്കിയിട്ടേ കൈ കഴുകാവുള്ളൂ കേട്ടോ. അവിടെ നിന്ന് പയ്യെ കഴിക്കും പോന്നെ. ഞങ്ങൾ ആരും പോത്തില്ല, എല്ലാരും ഇവിടെ നിൽക്കാം. അച്ഛനൊന്നും കേൾക്കുന്നില്ലേ? അച്ഛന് വേറെ ഏതോ ലോകത്തിരിക്കുക. മുട്ടി കൊണ്ട് വന്നു കഴിയുമ്പോഴാണ് പറയുന്നത്. പെട്രോൾ പമ്പിൽ കയറാൻ നോക്കി. പെട്രോൾ പമ്പ് നോക്കിക്കോ. പെട്രോൾ പമ്പ് ഇപ്പൊ നിൽക്കുന്ന ലൊക്കേഷൻ കാണിക്കും. ഇതിനകത്തുള്ളതല്ല കാണിക്കുന്നത്. നമ്മുടെ മഞ്ചീരോ അല്ലേ? മഞ്ചീര. ക്ലിയർ ആണ്. ഇതായിരിക്കും ക്ലിയർ ആണ്.
അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തി, നമ്മുടെ ലോഡ്ജിൻ്റെ മുന്നിലെത്തി. നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. നാളെ രാവിലെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴും. അത് കഴിഞ്ഞിട്ട് കല്യാണം. നെയ്റോ സ്റ്റേജ് വയറൊക്കെ ഫുള്ളായല്ലേ? നിങ്ങളുടെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ ജേണി നിന്റെ അമ്മ പറഞ്ഞത് എനിക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ റൂം ഇപ്പുറത്ത്. എന്ത് പറ്റി? എവിടെ റൂം? എല്ലാ റൂമും സെയിം. ഇതാണോ നിങ്ങളുടെ റൂം? ഇതോ? ഇതാണോ നിങ്ങളുടെ റൂം? അമ്മ എന്ത് ചേച്ചാ? പഴുത്ത ഏത്തയ്ക്ക ചിപ്സ് ആണ്. ഓ ഞങ്ങൾക്ക് വരാതെ ഇന്നാണല്ലേ. അടിപൊളിയായിട്ട് സൂപ്പർ. അത് ചായ കഴിക്കാതെ എന്തിനാ ചായ കുടിക്കുന്നത്? ഏതാടാ? ഐഫോൺ ആണോ? ഓ അപ്പൊ ഏത് ഫോണിൽ വേണേലും നമുക്ക് ഫോട്ടോ എടുപ്പിക്കാം, വീഡിയോ എടുപ്പിക്കാം, ക്യാമറ തന്നെ വേണം. കൈ സത്യം വയ്യ. ഇപ്പഴാ റെക്കോർഡായത്. നിക്ക് ഓക്കെ ഓക്കെ. എന്താ പറഞ്ഞാ കൊച്ചനെ? എവിടെ പോ ഒരുങ്ങിയേക്കുവാടാ? അമ്മൂന്റെ കല്യാണം. യോ ഇത് പടിഞ്ഞാറേ നേരെ ഓപ്പോസിറ്റ് സൈഡ് പോകണം.
അപ്പോൾ നമ്മളെല്ലാവരും അമ്മുവിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി. മഴയുണ്ട്, അത് ചെറിയൊരു പണിയായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ഏത് പെണ്ണുങ്ങളെ ഇത് പിടിച്ച് ഇതെങ്കിലും പിടിച്ചോണ്ട് എനിക്ക് അടങ്ങാൻ പറ്റില്ല. പെണ്ണുങ്ങളൊക്കെ ഇഷ്ടംപോലുള്ള നോക്കിയേ അപ്പ ഒരാൾ മരിച്ച വാഴത്താണെങ്കിൽ അതാണ് അവന്റെ കൈകളല്ലേ അങ്ങനെ അമ്മുവിൻ്റെ കല്യാണ ദിവസം എത്തി. ഈ അമ്മു എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകളാണ്. അമ്മുവിനെ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ തുടക്കത്തിലിട്ട കുറച്ച് വീഡിയോസിൽ, ഡാൻസ് വീഡിയോസിൽ എൻ്റെ കൂടെ ഉള്ളത് അമ്മുവാണ്. അപ്പം അവളുടെ കല്യാണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലേദിവസം ഹൽദി ഉണ്ടായിരുന്നു, ഹൽദിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇന്ന് കല്യാണം. ഇനി അടുത്തത് വരാൻ പോകുന്നത് ഒരു 2 റിസപ്ഷൻ ഉണ്ട്. ഒന്ന് അവളുടെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന വീട്ടിലെ റിസപ്ഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ അമ്പലപ്പുഴ വെച്ചൊരു റിസപ്ഷൻ ഉണ്ട്. ഈ അമ്മു കല്യാണം കഴിക്കാൻ പോകുന്നത് സബീഷിനെയാണ്. സബീഷ് എന്നാണ് പയ്യൻ്റെ പേര്. അവർ എറണാകുളത്താണ് അവരുടെ വീട്. എൻ്റെ വീട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ ജനിച്ചു വളർന്ന വീട് എന്ന് പറയുന്നത് അമ്പലപ്പുഴയിലാണ്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയതാണ് മുണ്ടക്കയം. എന്തായാലും ഗുരുവായൂർ വെച്ചുള്ള കല്യാണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കസിൻസ് എല്ലാവരും, പുറത്തൊക്കെ ഉള്ളവരും, നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ഒന്നിച്ച് നമുക്ക് ശരിക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായി. നമുക്ക് ഇനി മുൻപോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറിഷ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്കുണ്ടായി. എന്തായാലും നല്ല രസമായിരുന്നു. ഹൽദി ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഗുരുവായൂരിലോട്ടുള്ള ഞങ്ങളുടെ യാത്ര നല്ല രസമായിരുന്നു. ഗുരുവായൂർ ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇന്നലെ രാത്രിയിലൊക്കെ നല്ല രസമായിരുന്നു. നിന്നെ ഇപ്പോഴെങ്കിലും കാണിക്കട്ടെ. തീർച്ചയായിട്ടും അതെ, ഞാൻ ഒരു ഗ്രൂപ്പിനോടുള്ളതാണ്.
റൂമിൽ പോണോ? ഇനി അടുത്തത് കുമാരൻ നിർത്തി അതിന്റെ ഫ്രണ്ട് നിർത്തി ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റില്ല, പിന്നെ നടക്കുന്നില്ല. വയ്യ. ചെറുതിന് വിശക്കും. ഇതാണ് നമ്മുടെ സിനിമയ്ക്കകത്ത് കാണുന്ന ഗുരുവായൂർ അമ്പലം. കുഞ്ഞാമണി ജോർജ് മണ്ണെന്ന് തകിട തകിട തകിടതാ അമ്പോ അയ്യാ ജോജോ കൊണ്ടി പാവങ്ങൾ 4 പേരും മടുത്ത് വിശന്ന് ദാഹിച്ച് ഒരു പരുവായിട്ടിരിക്കുന്ന ജോജോ, കാർത്തി, അംബുസ, അയ്യ. കാർത്തികിനെയൊക്കെ മുണ്ട് കിടക്കുന്ന നോക്കിയേ, കാർത്തികിനെയൊക്കെ മുണ്ട് കിടക്കുന്ന നോക്കിയേ, മുണ്ട് മുണ്ട്. ഇവിടെ എന്താ ഊണാണ്?
കയറുമോ അപ്പൊ? ഇവിടെ ഉണ്ടോ? ഫോട്ടോ വീഡിയോ അല്ല കല്യാണത്തിന് നമുക്ക് ഈ ഒരു കല്യാണത്തിൻ്റെ ഈ ഒരു ആഘോഷ വേളകളിൽ നമുക്ക് മിസ്സായ നല്ല കട്ട വൈബുള്ള ഒരാളുണ്ടായിരുന്നു, മിസ്റ്റർ സ്നോജി വി കൃഷ്ണ. പുള്ളി മസ്കറ്റിലായി പോയി. അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്തു സ്നോജിയെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു പൊളി മൊമെൻറ്റിലൊക്കെ പുള്ളി കട്ട അടിച്ചു പൊളിയാണ്. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് മിസ്സാവുമ്പം അത് നമുക്ക് ഒടുക്കത്തെ വിഷമമായിരിക്കും. പിന്നെ ഈ അമ്മൂൻ്റെ കല്യാണത്തിന് ശരിക്കും പറഞ്ഞാൽ ചുക്കാൻ പിടിച്ച ആളായിരുന്നു മിസ്റ്റർ സ്നോജി വി കൃഷ്ണ. അപ്പം പുള്ളിയെ നമ്മൾ മിസ് ചെയ്തു എന്നുള്ളത് വളരെയധികം വിഷമമുള്ളൊരു കാര്യമായിരുന്നു. നമുക്ക് ആ മൊമെൻറ്റിൽ സ്നോജി നാട്ടിലില്ലായിരുന്നത് എന്നത് ഞാൻ എൻ്റെ വ്ളോഗിലൂടെ സ്നോജിയെ അറിയിക്കുകയും കൂടി ചെയ്യുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചു പൊളിക്കായിരുന്നു. ഇപ്പം അടിച്ചു പൊളിച്ചതിൻ്റെ ഇരട്ടി നമ്മൾ അടിച്ചു പൊളിക്കുമായിരുന്നു. കഴിക്കാം. ശ്രീവത്സത്തിൽ റെക്കോർഡിംഗ് നീ കാണിച്ചു. അങ്ങനെ പിടിച്ചു. ഓവറാകല്. അയ്യവന്മാരെയാ സംഭാരമാണോ? ഫ്രീ സംഭാരം നീ കുടിക്കണ്ടേ? ഞാൻ കുടിച്ചോളാം. ശംഭു പകുതി എനിക്ക് ഹലോ അടി അടി അതിനകത്താണ് ഈ പകുതി ഒരെണ്ണത്തിന്റെ പകുതി ഇരിപ്പുണ്ട്, ഒരെണ്ണം ഫുള്ള് ഇരിപ്പുണ്ട്. പിടിച്ച കണ്ടാ? നീ കുടിച്ചോ? ഹലോ
എനിക്കറിയാം. ഇപ്പൊ അതിനുള്ള സമയമില്ല. ബാ വെള്ളം കുടിച്ചില്ലേടാ? വെള്ളം കുടിച്ചില്ലേ? പിന്നെന്താ വെള്ളം കുടിച്ചേ? വേണ്ട വെള്ളം കുടിക്കുന്നുണ്ടോ? അയ്യോ പിന്നെ വെള്ളം കുടിക്കാൻ ഒറ്റ അറിഞ്ഞോളൂ. എന്ത് പറ്റി പോലെ ഓ എന്തോ പറ്റാണ് നടന്നോ എന്തേറ്റ്? ചോപ്പിയല്ലേ? അയ്യോ എടാ നമ്മുടെ മറ്റേ റീൽസ് എടുക്കണ്ടേടാ കൊച്ചുവരെ. ആനെ കാണാ ആ തുടങ്ങിയില്ല. ഞങ്ങൾക്കൊരു സൂപ്പർ ഫോട്ടോ എഴുതി. കല്യാണം കഴിഞ്ഞ് ഇവിടെ എല്ലാവരും ക്ഷീണിച്ച് വന്ന് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അവശ നിലയിലാണ് എല്ലാവരും. ഉറക്കത്തിലാണ്. മുഖത്തെ ഭാവങ്ങൾ മെയിനായിട്ട് നമ്മുടെ യൂട്യൂബറാണ് ഇവിടെ വീഡിയോ എടുത്ത് ക്ഷീണിച്ച് ഉണ്ടോ ഉറങ്ങുക. കുറച്ച് കഴിയുമ്പോൾ ചെറിയ സൗണ്ട് വരും. ഇപ്പം സൗണ്ട് ഇല്ല. എല്ലാവരും ഉറക്കത്തിലാണ്.